5 പന്തിൽ 3 സിക്സും ഒരു ഫോറും അടക്കം 22 റൺസ്, 4 വിക്കറ്റുകളുമൊപ്പം. കാലിക്കറ്റിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന്റെ നിഖിൽ മികച്ച ഓൾറൗണ്ട് മികവാണ് പുറത്തെടുത്തത്. പ്രകടനം ഏറെ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് നിഖിൽ ജനം ടിവിയോട് പറഞ്ഞു. VS കൃഷ്ണരാജിന്റെ റിപ്പോർട്ടിലേക്ക്. ബുധനാഴ്ച ആലപ്പി റിപ്പിൾസിന്റെ സിബിൻ ഗിരീഷെങ്കിൽ, വ്യാഴാഴ്ച ട്രിവാൻഡ്രം റോയൽസിന്റെ നിഖിൽ എം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇതുവരെ കണ്ട ഏറ്റവും മികച്ച 2 ഓൾറൗണ്ട് പ്രകടനങ്ങൾ. നിഖിൽ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, 5 പന്തിൽ 3 സിക്സ്, 1 ബൗണ്ടറി, ആകെ 22 റൺസ്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ 4 നിർണായക വിക്കറ്റുകൾ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ്? ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നല്ല പ്രഷറുള്ള കളിയായിരുന്നു. ഓപ്പോസിറ്റ് നല്ല ടീം തന്നെ ആയിരുന്നു. അപ്പോഴത്തേക്കിന് നമുക്ക് അങ്ങനെ ഒരു വിക്ടറി കിട്ടിയത് നമുക്ക് നമ്മുടെ ടീമിനും അത് വലിയൊരു പിന്തുണയാണ്. ഇനി മുന്നോട്ടുള്ള മാച്ചും ആ നല്ല എഫേർട്ടിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. നല്ല അഗ്രസീവ് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും ആക്റ്റീവായി വിക്കറ്റൊക്കെ വലിയ ആവേശത്തിൽ ആഘോഷിച്ചത്? അത് അത്രയും അവരെ എറിഞ്ഞ് എങ്ങനെയും ഒതുക്കണം. കാരണം നമ്മുടെ കയ്യിരുന്ന കളിയായിരുന്നു. അവർ നല്ലൊരു പാർട്ണർഷിപ്പ് സെറ്റ് ചെയ്യാൻ നോക്കി. അവിടുന്ന് പിന്നെ നമ്മുടെ കയ്യിലേക്ക് കളി വന്നപ്പോഴത്തേക്കിന് വിക്കറ്റ് പോകുമ്പം നമുക്ക് തന്നെ ഒരു തിരിച്ചുവരവ് നമുക്ക് അത്ര അഗ്രസീവ് ആയി കിട്ടും. ആ ലാസ്റ്റ് ഓവർ ആ പ്രഷറോടെ എനിക്ക് എറിയാൻ പറ്റി, ജയിപ്പിക്കാൻ പറ്റിയത് അത്രയധികം സന്തോഷം വന്നുകൊണ്ട് അത് പുറത്ത് കാണിച്ചു. ഈ ഒരു ഗ്രാമപ്രദേശത്ത്, ചെങ്ങന്നൂരിൽ മുളക്കുഴ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് കളിച്ചു വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ആ ബാല്യകാലം ഇപ്പോൾ ഓർമ്മയുണ്ടോ? ആരാണ് കൂടുതൽ പിന്തുണ നൽകിയത്? നാട്ടിലുള്ള ചേട്ടന്മാർ തന്നെയായിരുന്നു. അവിടെ ടെന്നീസ് ബോൾ കളിക്കാൻ നേരം അവർ തന്നെയാണ് എന്നെ അക്കാഡമി കൊണ്ട് ചേർത്തത്. അങ്ങനെയാണ് ക്രിക്കറ്റ് കളി തുടങ്ങാൻ ആരംഭിച്ചത്. അങ്ങനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമിയിൽ നിന്നു ഒരു 7 കൊല്ലം. അങ്ങനെ ക്രിക്കറ്റ് തന്നെ ലൈഫ്. ഈ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ സീസൺ 3യുടെ ഓപ്ഷൻ നടക്കുമ്പോൾ B കാറ്റഗറിയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് പോയത് നിഖിലാണ്. 6,20,000 രൂപ. എന്തുകൊണ്ടാവും നിഖിലിനെ ഫ്രാഞ്ചൈസികൾ ഇങ്ങനെ വില കൂട്ടി വിളിച്ചത്? അത് ആ ഓൾറൗണ്ടർ എന്ന രീതി, ബാറ്റിംഗ് ബോളിങ് എനിക്ക് ഫീൽഡ് ചെയ്യാനും അത്രയും താല്പര്യമാണ്. അപ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു വിശ്വാസം, അവരുടെ വിശ്വാസം തന്നെ. കഴിഞ്ഞ വർഷം അവർ എന്നെ വിളിച്ചു. ഈ വർഷം അവർക്ക് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. ആ വിശ്വാസം എനിക്ക് എന്തായാലും തിരിച്ച് കാണിച്ചേ പറ്റത്തുള്ളൂ. കയ്യിലിരുന്ന കളി ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയി, പിന്നെ തിരിച്ചു പിടിക്കുന്നു. അവസാനം കൃഷ്ണപ്രസാദിനെ കാണിക്കുമ്പോൾ ഒരു നെടുവീർപ്പ് വിടുന്നുണ്ടായിരുന്നു. കാരണം ജയിച്ചു എന്നുള്ളൊരു സന്തോഷം. കൃഷ്ണപ്രസാദ് എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് എറിഞ്ഞോളാനാണ് പറയുന്നത്. നീ എറിഞ്ഞ് ജയിപ്പിച്ച് തരണം, നീ ജയിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജവും. ആ ഉപദേശം ഒരു അഡീഷണൽ എനർജി തന്നോ ഇന്നലെ? തന്നു. അവർക്ക് എന്നെ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനത് തിരിച്ച് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കിന് എനിക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടിയോണ്ട് എനിക്കത് നല്ലപോലെ എറിയാനും പറ്റി. ശരി, ഏതായാലും ഇത്തവണ B കാറ്റഗറിയിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് നിഖിൽ പോയത്. അടുത്ത വർഷം A കാറ്റഗറിയിൽ ഈ ഓൾറൗണ്ടർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനിയുമേറെ ഉയരങ്ങൾ താണ്ടാൻ ഈ 24-കാരന് കഴിയുമെന്ന കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ജനം.